ഏഷ്യ മൈനറിൽ ഗലാത്യ എന്നറിയപ്പെടുന്ന റോമൻ പ്രവിശ്യ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ആധുനിക തുർക്കി. ഗലാത്യക്കാർക്കുള്ള ലേഖനം എഴുതിയത് ആരാണ്? ഉത്തരം പൗലോസ്. ഈ ലേഖനം എഴുതിയത് എന്നനുമാനിക്കപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ഉത്തരം AD 53-നും 58-നും ഇടയ്ക്ക്. പൗലോസ് എവിടെ വെച്ചായിരിക്കാം ഈ ലേഖനം എഴുതിയത്? ഉത്തരം എഫേസൂസിലോ മക്കെദോനിയയിലോ വെച്ച്. ഗലാത്യയിലെ സഭയിൽ അബദ്ധപ്രബോധനങ്ങൾ വഴി ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം യഹൂദ ക്രിസ്ത്യാനികൾ. യഹൂദ ക്രിസ്ത്യാനികളുടെ സ്വാധീനത്താലും സമ്മർദ്ദത്താലും പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്യക്കാർ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിന്? ഉത്തരം പരിച്ഛേദനം സ്വീകരിക്കാൻ. ലേഖനമനുസരിച്ച് മനുഷ്യൻ ദൈവത്തിരുമുൻപിൽ എന്ത് മൂലമാണ് നീതിമാനായി പരിഗണിക്കപ്പെടുക? ഉത്തരം വിശ്വാസം മൂലം. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ യേശുക്രിസ്തു സ്വന്തം ജീവൻ എന്തിനു വേണ്ടിയാണ് ബലിയർപ്പിച്ചത്? ഉത്തരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവന് എന്തായിത്തീരട്ടെ എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം ശപിക്കപ്പെട്ടവനാകട്ടെ. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയുള്ളതല്ല എന്നാണ് 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം മാനുഷികമല്ല. പൗലോസിന് സുവിശേഷം ലഭിച്ചത് ഏതിലൂടെയാണ്? ഉത്തരം യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. പൗലോസ് മുൻപ് ഏത് മതത്തിലായിരുന്നു? ഉത്തരം യഹൂദ മതത്തിൽ. മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ പൗലോസിനെ പ്രത്യേകം തിരഞ്ഞെടുത്തത് ആരാണ്? ഉത്തരം ദൈവം. പൗലോസ് ആരുടെ ഇടയിലാണ് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടത്? ഉത്തരം വിജാതീയരുടെ. മാനസാന്തരത്തിന് ശേഷം പൗലോസ് ആദ്യം ഏത് ദേശത്തേക്കാണ് പോയത്? ഉത്തരം അറേബ്യയിലേക്ക്. എത്ര വർഷത്തിനു ശേഷമാണ് പൗലോസ് കേപ്പായെ കാണാൻ ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം 3 വർഷത്തിനു ശേഷം. ജെറുസലേമിൽ കേപ്പായോടൊപ്പം പൗലോസ് എത്ര ദിവസം താമസിച്ചു? ഉത്തരം 15. ജെറുസലേമിൽ വച്ച് കർത്താവിൻ്റെ സഹോദരനായ ഏത് അപ്പസ്തോലനെയാണ് പൗലോസ് കണ്ടത്? ഉത്തരം യാക്കോബിനെ. 14 വർഷത്തിനു ശേഷം പൗലോസ് ആരോടൊപ്പമാണ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം ബാർണബാസിനോടുകൂടെ. ബാർണബാസിനോടൊപ്പം പൗലോസ് കൂടെ കൊണ്ടുപോയ ഗ്രീക്കുകാരനായ വ്യക്തി ആര്? ഉത്തരം തീത്തോസ്. പൗലോസിന് സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ആർക്കു വേണ്ടിയായിരുന്നു? ഉത്തരം അപരിച്ഛേദിതർക്ക്. പരിച്ഛേദർക്കുള്ള സുവിശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പത്രോസിന്. സഭയിലെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെടുന്നത് ആരൊക്കെയായിരുന്നു? ഉത്തരം യാക്കോബ്, കേപ്പ, യോഹന്നാൻ. യാക്കോബും കേപ്പായും യോഹന്നാനും പൗലോസിനോടും ബാർണബാസിനോടും ആരെപ്പറ്റി ചിന്ത വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം പാവങ്ങളെപ്പറ്റി. കേപ്പ അന്ത്യോക്യോയിൽ വന്നപ്പോൾ അവൻ കാണിച്ച ഏത് പെരുമാറ്റം കാരണമാണ് പൗലോസ് അവനെ മുഖത്തു നോക്കി എതിർത്തത്? ഉത്തരം കാപട്യം. കേപ്പായുടെയും യഹൂദന്മാരുടെയും കാപട്യത്താൽ വഴിതെറ്റിക്കപ്പെട്ടത് ആര്? ഉത്തരം ബാർണബാസ്. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, മറിച്ച് എന്തിലൂടെയാണ്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിന് ഡാഷ് ആയി. ഉത്തരം മൃതനായി. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഡാഷ് ആണ് എന്നിൽ ജീവിക്കുന്നത്. ഉത്തരം ക്രിസ്തു.
ദൈവം മനുഷ്യൻ്റെ എന്തു നോക്കുന്നവനല്ല എന്നാണ് 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. ഉത്തരം: മുഖം നോക്കുന്നവനല്ല. ദൈവത്തെ വിശ്വസിക്കുകയും അത് നീതിയായി പരിഗണിക്കപ്പെടുകയും ചെയ്ത പിതാവ് ആര്? ഉത്തരം: അബ്രഹാം. അബ്രഹാത്തിൻ്റെ മക്കൾ ആരാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: വിശ്വാസമുള്ളവർ. നീതിമാൻ ഏതിലൂടെയാണ് ജീവിക്കുക? ഉത്തരം: വിശ്വാസം വഴി. മരത്തിൽ തൂക്കപ്പെടുന്നവൻ ഡാഷ് ആണ്? ഉത്തരം: ശപിക്കപ്പെട്ടവൻ. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാത്തിനും അവൻ്റെ ഏത് സന്തതിക്കുമാണ്? ഉത്തരം: ക്രിസ്തുവിന്. അബ്രഹാത്തോടുള്ള ഉടമ്പടിക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം നിലവിൽ വന്നത്? ഉത്തരം: 430. അബ്രഹാത്തിന് പാരമ്പര്യാവകാശം ലഭിച്ചത് നിയമം വഴിയാണോ വാഗ്ദാനം വഴിയാണോ? ഉത്തരം: വാഗ്ദാനം വഴി. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിൻ്റെ കാവലിലായിരുന്നു? ഉത്തരം: നിയമത്തിൻ്റെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരുടെ പുത്രന്മാർ ആരാണെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ദൈവപുത്രന്മാർ. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചവർ ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിനെ. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും യേശുക്രിസ്തുവിൽ എന്താണെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഒന്നാണ്. ക്രിസ്തുവിനുള്ളവർ വാഗ്ദാനമനുസരിച്ച് ആരുടെ സന്തതികളാണ്? ഉത്തരം: അബ്രഹാത്തിൻ്റെ. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി ആരുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്? ഉത്തരം: രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം സ്ത്രീയിൽ നിന്ന് ജാതനാകാൻ അയച്ചത് ആരെയാണ്? ഉത്തരം: തൻ്റെ പുത്രനെ. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: നമ്മൾ മക്കളായതുകൊണ്ട്. പൗലോസ് ആദ്യമായി ഗലാത്യക്കാരോട് സുവിശേഷം പ്രസംഗിച്ചത് ഏതവസ്ഥയിലായിരുന്നു? ഉത്തരം: ശാരീരികാസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണ്. ഗലാത്യക്കാർ പൗലോസിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഉത്തരം: ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ. ഗലാത്യക്കാരിൽ ആര് രൂപപ്പെടുന്നതുവരെയാണ് പൗലോസ് വീണ്ടും ഈറ്റുനോവ് അനുഭവിക്കുന്നത്? ഉത്തരം: ക്രിസ്തു. അബ്രഹാത്തിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 2 പുത്രന്മാർ. അബ്രഹാത്തിന് ദാസിയിലുണ്ടായ പുത്രൻ ജനിച്ചത് ഏത് രീതിയിലാണ്? ഉത്തരം: ശാരീരിക രീതിയിൽ. അബ്രഹാത്തിന് സ്വതന്ത്രയുടെ പുത്രന് ഏത് പ്രകാരമാണ് ജനിച്ചത്? ഉത്തരം: വാഗ്ദാനപ്രകാരം. സീനായ് മലയിൽ നിന്നുള്ള ദാസിയായ സ്ത്രീ ആരാണ്? ഉത്തരം: ഹാഗാർ. സ്വതന്ത്രയായ നമ്മുടെ അമ്മ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതു ജെറുസലേമിനെയാണ്? ഉത്തരം: സ്വർഗീയ ജെറുസലേം. വിശ്വസിക്കുന്ന നമ്മൾ ആരെപ്പോലെയാണ് വാഗ്ദാനത്തിൻ്റെ മക്കളായിരിക്കുന്നത്? ഉത്തരം: ഇസഹാക്കിനെ പോലെ. ക്രിസ്തു നമ്മെ എന്തിലേക്കാണ് മോചിപ്പിച്ചത്? ഉത്തരം: സ്വാതന്ത്ര്യത്തിലേക്ക്. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും എന്തു മുഴുവനും പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു? ഉത്തരം: നിയമം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, മറിച്ച് എന്താണ് സുപ്രധാനം? ഉത്തരം: സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. അല്പം ഡാഷ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. ഉത്തരം: പുളിപ്പ്. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ സ്നേഹത്തോടെ ദാസരെ പോലെ പരസ്പരം എന്ത് ചെയ്യണം? ഉത്തരം: സേവിക്കണം. നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നത് എന്ത് കൽപ്പനയിലാണ്? ഉത്തരം: നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താതിരിക്കാൻ ആരുടെ പ്രേരണയനുസരിച്ചാണ് വ്യാപരിക്കേണ്ടത്? ഉത്തരം: ആത്മാവിൻ്റെ. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനു കീഴല്ല? ഉത്തരം: നിയമത്തിന്. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ എന്ത് അവകാശപ്പെടുത്തുകയില്ല എന്നാണ് പൗലോസ് താക്കീത് നൽകുന്നത്?
ഉത്തരം ദൈവരാജ്യം. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ആദ്യത്തേതായി പറയുന്നത് എന്തിനെയാണ്? ഉത്തരം സ്നേഹം. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഉത്തരം ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വ്യാപരിക്കേണ്ടത്? ഉത്തരം ആത്മാവിൽ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ഏത് നിയമമാണ് പൂർത്തിയാക്കേണ്ടത്? ഉത്തരം ക്രിസ്തുവിൻ്റെ. താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നവൻ ആരെയാണ് വഞ്ചിക്കുന്നത്? ഉത്തരം തന്നെ തന്നെ. തെറ്റിലകപ്പെട്ടവനെ സൗമ്യതയോടെ വീണ്ടെടുക്കേണ്ടത് ആരാണ്? ഉത്തരം ആത്മീയരായവർ. പരസ്പരം എന്ത് വഹിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത്? ഉത്തരം ഭാരങ്ങൾ. ഓരോ വ്യക്തിയും സ്വന്തം എന്ത് വിലയിരുത്താനാണ് അപ്പോസ്തലൻ പറയുന്നത്? ഉത്തരം ചെയ്തികൾ. മനുഷ്യന് ആരെ കബളിപ്പിക്കാനാവില്ല? ഉത്തരം ദൈവത്തെ. പൗലോസ് സ്വന്തം കൈപ്പടയിൽ എങ്ങനെയുള്ള അക്ഷരങ്ങളിലാണ് എഴുതിയത്? ഉത്തരം വലിയ അക്ഷരങ്ങളിൽ. ശാരീരികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ പരിച്ഛേദകർ കർമ്മത്തിന് നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ക്രിസ്തുവിനെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. എന്തിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ. പരസ്പരം എന്ത് വഹിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത്? ഉത്തരം ഭാരങ്ങൾ. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് ആർക്കാണ് നൽകേണ്ടത്? ഉത്തരം തൻ്റെ അധ്യാപകന് നൽകണം. മനുഷ്യൻ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ എന്ത് ചെയ്യും? ഉത്തരം കൊയ്യും. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് എന്ത് കൊയ്തെടുക്കും? ഉത്തരം നാശം. ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്തു കൊയ്തെടുക്കും? ഉത്തരം നിത്യജീവൻ. മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം എന്തു ചെയ്യാം എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം വിളവെടുക്കാം. നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായവർക്ക് എന്തു ചെയ്യാം എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം നന്മ ചെയ്യാം. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. എന്താകുന്നതാണ് പരമപ്രധാനം? ഉത്തരം പുതിയ സൃഷ്ടി. പൗലോസ് തൻ്റെ ശരീരത്തിൽ ആരുടെ അടയാളങ്ങളാണ് ധരിക്കുന്നത്? ഉത്തരം യേശുവിൻ്റെ.